കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷൻ. ഇഗ്നോ ഫോക്കസ് 6.0 ഇന്ന് അവതരിപ്പിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ MAയുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പേപ്പർ ആയിട്ടുള്ള MPA 014 എന്ന് പറയുന്ന പേപ്പറാണ്. സോ MPA 014 എന്ന് പറയുന്ന പേപ്പർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പേപ്പറാണ്. സോ ഇതിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ്. അപ്പൊ PYQനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനും ആഴത്തിൽ അറിയാനും വേണ്ടിയിട്ടാണ് ഇഗ്നോ ഫോക്കസ് 6.0 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. സോ ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് ഈ പറയുന്നത് പോലെയുള്ള എന്താണ് കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഓൾറെഡി അപ്രോച്ച് ആയിരിക്കുകയാണ്. MPA 014 എന്ന് പറയുന്ന പേപ്പറിന്റെ ജൂൺ 2022 മുതൽ ഡിസംബർ 2025 വരെയുള്ള സ്ട്രാറ്റജി ഡോക്യുമെന്റ്സുകൾ നോക്കുമ്പോൾ PYQസിനെ അനലൈസ് ചെയ്തതിന്റെ ബേസിസിൽ SLMസിന്റെ യൂണിറ്റ്സുകളായിട്ടുള്ള അതിന്റെ ഫ്രീക്വൻസികൾ മനസ്സിലാക്കാനും 2025 മുതൽ 2026 വരെയുള്ള അസൈൻമെന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏർലി വാൺ സിഗ്നൽസുകൾ തരുന്നുണ്ട്. അതായത് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതേ മാത്രമല്ല ഹൈ ആയിട്ടുള്ള സിലബസ് മാപ്പിങ്ങുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസുകൾ, ഫുൾ ആയിട്ടുള്ള പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സുകൾ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ടൂൾ റൈറ്റിംഗ് കിറ്റ് കൂടെയാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. സോ ഈ ഒരു സെക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് വളരെ ഫോക്കസ്ഡോട് കൂടിയിട്ടും കാം ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടിയിട്ടും മാത്രമേ നമുക്ക് പ്രിപ്പറേഷൻ പ്രോസസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആയി കഴിഞ്ഞാൽ എക്സാം വന്നിട്ട് എഴുതാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് ലേൺവൈസിന്റെ ഒരു ലേണേഴ്സിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. സോ ഹൗ ടു യൂസ് ദിസ് ഡെക്ക് എന്നുള്ളത്, അതായത് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത്. സോ പാർട്ട് 1 എന്ന് പറയുന്ന ലാസ്റ്റ് മിനിറ്റ് സ്പിരിന്റ് ആണ്. ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള യൂണിറ്റ്സിന്റെ അറ്റംസുകൾ, ഏതൊക്കെ യൂണിറ്റ്സുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്, അതേപോലെ തന്നെ യൂണിറ്റ് 1 ആയിട്ടുള്ള HRM, യൂണിറ്റ് 4 ആയിട്ടുള്ള ജോബ് അനാലിസിസ്, യൂണിറ്റ് 5 ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്, യൂണിറ്റ് 7 ആയിട്ടുള്ള റെമ്യൂണറേഷൻ, യൂണിറ്റ് 10 ആയിട്ടുള്ള ട്രെയിനിങ്, യൂണിറ്റ് 17 ആയിട്ടുള്ള PPM, CBQC, അതേപോലെ തന്നെ യൂണിറ്റ് 20 ആയിട്ടുള്ള HRM എഫക്റ്റീവ്നെസ്, ഇതുപോലുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്ന ഹൈ എൽഡിങ് ടോപ്പിക്കുകളിൽ വരുന്നതാണ്. ഈ ടോപ്പിക്കുകൾ മസ്റ്റ് ആയിട്ട് ഫോക്കസ് കൊടുത്തിട്ടാണ് പഠിക്കാനായിട്ടുള്ളത്. പാർട്ട് 2 വരുന്ന ഫോക്കസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ആണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കവറേജ് വേണം നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ടുള്ളത്. ഒരു 10 ക്വസ്റ്റിനകത്ത് ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി 2 സെക്ഷൻസിനകത്തൊന്നും. അപ്പൊ ഒരു ഡേ 1, 2 എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ സെക്ഷൻസിനെ 2, 3, 4 ആയിട്ടുള്ള ഏരിയാസുകൾ നോക്കാൻ, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്സുകൾ കവർ ചെയ്യാൻ, ഹൈ ആയിട്ടുള്ളത് മോഡറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകൾ ഫോക്കസ് കൊടുത്ത് വേണം പഠിക്കാനായിട്ടുള്ളത്. പാർട്ട് 3 ഡീപ്പ് മാസ്റ്ററി ആണ് നോക്കുന്നത്. അതായത് ഫുൾ ആയിട്ട് ഒരു സിലബസ് എങ്ങനെ കവർ ചെയ്യാം, അതിന്റെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സോഴ്സസ് ഏതാണെന്ന്, അതിന്റെ ഡിസ്റ്റിങ്റ്റീവ് ലെവൽ ഓഫ് സ്കോഴ്സുകൾ നമുക്ക് നോക്കാം. SLMs ആയിട്ടുള്ള 1 to 12, അതേപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ, ഓരോ യൂണിറ്റുകളും നമുക്ക് ഡീപ്പായിട്ടിരുന്ന് പഠിക്കാം പാർട്ട് 3. കാരണം നമ്മുടെ മുന്നിലേക്ക് അതിന് മാത്രം സമയമുള്ള സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് പാർട്ട് 2 പാർട്ട് 1 ആണ് നമ്മുടെ മുന്നിലേക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിങ്ങും നോക്കാം. MPA 014 എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിന്റെ. സോ ഇതിന്റെ എക്സാം അറ്റ് ഗ്ലാൻസ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് 100 മാർക്സ് ആണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. ആ ഒരു 100 മാർക്സ് എഴുതാനായിട്ട് 3 hours ആണ് തരുന്നത്. ഈ പേപ്പർ എന്ന് പറയുന്നത് 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓവറോൾ 8 സെക്ഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ സെക്ഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 മാർക്സ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി 500 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അല്ലാതെ ന്യൂമറിക്കലോ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെയായിട്ടും MPA 014 എന്ന് പറയുന്ന പേപ്പറിന് ചോദിച്ചിട്ടില്ല.
എക്സാമിന്റെ ബ്ലൂ പ്രിന്റ് നോക്കാം. എക്സാമിനേഷൻ പേപ്പർ സ്ട്രക്ചറിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്സുകൾ അനുസരിച്ചിട്ട് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് അനുസരിച്ചിട്ടുള്ള ഡിവിഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. HRM ഫൗണ്ടേഷൻസ് ആൻഡ് SHRM എന്ന് പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ലും വരുന്നുണ്ട്. 18% കവറേജ് വരുന്നുണ്ട്. യൂണിറ്റ് 16 മുതൽ 23 വരെ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ്, എഫക്റ്റീവ്നെസ്, ചേഞ്ചസ് 22% വരുന്നുണ്ട്. ഡെവലപ്മെന്റ്, TQM ആൻഡ് കപ്പാസിറ്റി യൂണിറ്റ് 11 മുതൽ 15 വരെ 14% ഓഫ് കവറേജ് വരുന്നുണ്ട്. കോമ്പൻസേഷൻ ആൻഡ് ട്രെയിനിങ് യൂണിറ്റ് 7 മുതൽ 10 വരെ 22% ഓഫ് കവറേജ് വരുന്നുണ്ട്. പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ് ആൻഡ് അപ്രൈസൽ യൂണിറ്റ് 3 മുതൽ യൂണിറ്റ് 6 വരെ 24% ഓഫ് കവറേജ് അതിന് വരുന്നുണ്ട്. ഇനി ഹൈ ഹെൽഡിംഗ് സിലബസ് മാപ്പിംഗ് ടോപ്പിക്സുകൾ നോക്കാം. അതിനകത്ത് യൂണിറ്റ് ആൻഡ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. 3 ടയർ സിസ്റ്റംസ് ആയിട്ടാണ് ഇവിടെ ലേൺ വൈസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഹൈ ഹെൽഡിംഗ് ടോപ്പിക്കുകൾ 3 സ്റ്റാർ കൊണ്ടിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്രിട്ടിക്കൽ ഫോർ പാസിംഗിന് വരുന്നതാണ് ഹൈ ഹെൽഡിംഗ് ടോപ്പിക് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി മീഡിയം ഹെൽഡിംഗ് ഓഫ് ടോപ്പിക്സുകൾ ആണ് എങ്കിൽ അത് ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട്, സ്കോർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോ ഹെൽഡിംഗ് ടോപ്പിക്കുകൾ ആണെങ്കിൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് ലോ ഹെൽഡിംഗ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 50% എന്ന് പറയുന്നത് നിങ്ങൾ ഹൈ ഹെൽഡിംഗ് ടോപ്പിക്സിന് ഇൻവെസ്റ്റ് ചെയ്യുക. 30% മീഡിയം ഹെൽഡിംഗ് ടോപ്പിക്സിനും ലോ ടോപ്പിക്സിന് 20% വേണം ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടുള്ളത്. സോ അത് ബേസ് ചെയ്തിട്ട് ഇവിടെ യൂണിറ്റും ഫ്രീക്വൻസിയും ഏത് സെക്ഷനിലാണ് ചോദിച്ചത്, അത് ഏത് ടയറിലാണ് വരുന്നതെന്ന് ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 1 HRM മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് 6 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. അതൊരു ഹൈ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 2 സ്ട്രാറ്റജിക് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2024 ചോദിച്ചിട്ടുള്ളതാണ്. അതൊരു മീഡിയം ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 3 ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിംഗ് ആൻഡ് സ്ട്രാറ്റജി 3 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2024 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 4 ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊരു ഹൈ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 4 റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്രൊമോഷൻ 6 തവണ ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2025 ചോദിച്ചിട്ടുള്ളത്. ഒരു ഹൈ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 6 പെർഫോമൻസ് അപ്രൈസൽ 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ളത്. അതൊരു മീഡിയം ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 7 റെമ്യൂണറേഷൻ ആൻഡ് സാലറി സിസ്റ്റം 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ളത്. അതൊരു ഹൈ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 8 റിവാർഡ്സ് ആൻഡ് ഇൻസെന്റീവ് മാനേജ്മെന്റ് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ളത്. ഒരു ലോ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 9 എംപ്ലോയി ബെനിഫിറ്റ്സ് 1 തവണ വന്നിട്ടുള്ളൂ. ഡിസംബർ 2024 വന്നിട്ടുള്ളത്. ഒരു ലോ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 10 ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് 6 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 11 റീഡിപ്ലോയ്മെന്റ് ആൻഡ് റീസ്കില്ലിംഗ് 2 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2023 വന്നിട്ടുള്ളതാണ്. അതൊരു ലോ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 12 ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് 2 തവണ വന്നിട്ടുണ്ട്. ജൂൺ 2023 വന്നിട്ടുള്ളതാണ്. അതൊരു ലോ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 13 മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 3 തവണ വന്നിട്ടുണ്ട്. ജൂൺ 2025 വന്നിട്ടുള്ളതാണ്. അതൊരു മീഡിയം ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 14 എംപ്ലോയി കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക് 3 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ളതാണ്. അതൊരു മീഡിയം ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 15 ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് 4 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2024 വന്നിട്ടുള്ളത്. അതൊരു മീഡിയം ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 16 എംപ്ലോയി ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി 1 തവണ വന്നിട്ടുണ്ട്. ജൂൺ 2022 വന്നിട്ടുള്ളത്. അതൊരു ലോ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 17 VPM കളക്റ്റീവ് ആൻഡ് ബാർഗെയിനിങ് ആൻഡ് ക്വാളിറ്റി സർക്കിൾസ് 6 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ളതാണ്. അതൊരു ഹൈ ടയർ ടോപ്പിക് ആണ്. മീഡിയം ടയർ ടോപ്പിക്കിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. യൂണിറ്റ് 18 HRM ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് 4 തവണ വന്നിട്ടുണ്ട്. ജൂൺ 2024 അത് വന്നിട്ടുള്ളത്. യൂണിറ്റ് 19 ഡിസിപ്ലിൻ ആൻഡ് ഗ്രീവൻസസ് 2 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2023 വന്നിട്ടുള്ളത്. അതൊരു ലോ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 20 അസസിംഗ് HRM എഫക്റ്റീവ്നെസ് 5 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ളതാണ്. അതൊരു ഹൈ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 21 ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഓഡിറ്റ് 2 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. അതൊരു ലോ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 12 മാനേജിംഗ് ചേഞ്ച് അറ്റ് ദ വർക്ക് പ്ലേസ് 4 തവണ വന്നിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ളതാണ്. അതൊരു ലോ ഹെൽഡിംഗ് മീഡിയം ഹെൽഡിംഗ് ടോപ്പിക് ആണ്. യൂണിറ്റ് 23 സ്ട്രെസ് മാനേജ്മെന്റ് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. അതൊരു ലോ ഹെൽഡിംഗ് ടോപ്പിക് ആണ്. സോ ഇതിന്റെ യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈ ഹെൽഡിംഗ് ടോപ്പിക്കുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ റെഡ് ആൻഡ് ഡാർക്ക് ഓറഞ്ച് കളറിലാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. മീഡിയം ഹെൽഡിംഗ് ടോപ്പിക്കുകൾ ആണെങ്കിൽ യെല്ലോ ആൻഡ് ഗോൾഡ് കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ലോ ഹെൽഡിംഗ് ടോപ്പിക്കുകൾ ആണെങ്കിൽ ഗ്രീൻ ആൻഡ് ലൈറ്റ് ബ്ലൂ കളറിലാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്.
ഇനി ടോപ്പ് ആയിട്ടുള്ള യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ടോപ്പ് 5 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് 17 വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് 6 തവണയാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 10 ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് 6 തവണ വന്നിട്ടുണ്ട്. യൂണിറ്റ് 5 റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ 6 തവണ വന്നിട്ടുണ്ട്. യൂണിറ്റ് 1 HRM മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് 6 തവണ വന്നിട്ടുണ്ട്. യൂണിറ്റ് 20 HRM എഫക്റ്റീവ്നെസ് ആൻഡ് 4C മോഡൽ അത് 5 തവണയാണ് വന്നിട്ടുള്ളത്. സോ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് സെക്ഷനിലോട്ട് മൂവ് ചെയ്യാം. ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ടോപ്പിക്സുകളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ആൻസർ കീസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ 2 months ബിഫോർ തന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ലേൺവൈസ് ആപ്പിനകത്ത് ഓൾറെഡി അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ അപ്പോയിന്റ്മെന്റ് ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് മെറിറ്റ് ക്യാൻ ബി അസർട്ടേൺ ത്രൂ ദ പെസിഫിക് മെത്തഡോളജി കമന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ആൻഡ് ഷോർട്ട് നോട്ട് ഓൺ സിവിൽ സർവീസ് റിക്രൂട്ട്മെന്റ് ഇൻ ഇന്ത്യ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിങ് ഔട്ട് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് ഇൻ ദ കോർണർ സ്റ്റോൺ ഓഫ് എൻഡയർ പേഴ്സണൽ സ്ട്രക്ചർ ഡിസ്കസ് വിത്ത് ഫോക്കസ് ഓൺ നോട്ടബിൾ എസെൻഷ്യൽസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇതിന്റെ ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയത്തിനകത്ത് വരുന്നതാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ job and off-job training methods. Explain the on-job and off-job training methods. Training, development, education are interrelated concepts. Comment. Next question on the explain the meaning and importance of training, not on training methods. Next question on the training principles can be studied through the principles of learning and teaching. Elaborate. In the answer key learnwise app available ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ HRM ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ ആൻഡ് എക്സാമിൻ ദ റോൾ ഓഫ് ടെക്നോളജി ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സാമിൻ ദ മെത്തേഡ് ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ലേബർ പോളിസി ഇൻ ഇന്ത്യ. ഇതിന്റെ ആൻസർ കീം ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്, PYQയുടെ ബുക്ക്ലെറ്റിനകത്ത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് HRM മീനിങ് നേച്ചർ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ്. അതിനകത്ത് വരുന്നതാണ് എക്സാമിൻ ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അടുത്തതെന്ന് പറയുന്നത് ഡിസ്കസ് ദ സോഫ്റ്റ് ആൻഡ് ഹാർഡ് വെർഷൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇതിന്റെ ആൻസർ കീം ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതിനകത്ത് വരുന്നതാണ് ഡിസ്കസ് ദി അപ്രോച്ച് ഓഫ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് വേരിയസ് മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇതിന്റെ ആൻസർ കീം ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത ടോപ്പിക് എന്നത് ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ ആണ്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ബ്രിങ് ഔട്ട് ദ പേർപ്പസ് ആൻഡ് ഔട്ട്കംസ് ഓഫ് ജോബ് അനാലിസിസ്, എക്സാമിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് എൻലാർജ്മെന്റ് ആൻഡ് ജോബ് എൻറിച്ച്മെന്റ്, distinguish between them. Next question is examine the nature of job description, job specification, job design and job analysis. Answer key learnwise ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് അപ്രഹേസൽ ആണ്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എലിസിഡേറ്റ് ദ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രഹേസൽ. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് എ റിസൾട്ട് ഓറിയന്റഡ് എക്സസൈസ്. എലോബറേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ മാനേജ്മെന്റ് ബൈ ദി ഒബ്ജക്റ്റീവ്, ഡിഫൈൻ MBO and describe the major steps in the process of MBO. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. സോ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ലേൺവൈസ് ആൻസർ കീ ഈ പറയുന്നത് പോലെ ലൈൻവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് VPM കളക്റ്റീവ് ബാർഗൈനിങ് ആൻഡ് ക്വാളിറ്റി സർക്കിൾസ് ആണ്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെന്റ്, കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്, ഇൻസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച്മെന്റ് ഇൻ ഇന്ത്യ, ജോയിന്റ് കൺസൾട്ടീവ് കൗൺസിൽസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കസ് ദ മീനിങ്, സ്ട്രക്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി സർക്കിൾസിന്റെ ആൻസർ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജിങ് ചേഞ്ച് അറ്റ് ദ വർക്ക് പ്ലേസ്. അതിനകത്ത് വരുന്നതാണ് എക്സ്പ്ലെയിൻ ദ മാനേജ്മെന്റ് ഗോൾസ് ആൻഡ് ആക്ഷൻസ് ഫോർ ഇൻട്രൊഡ്യൂസിംഗ് ചേഞ്ച്, എക്സാമിൻ ദ ഡിഫറെന്റ് അപ്രോച്ചസ് ടു ബ്രിങ് ചേഞ്ച് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഡിഫൈൻ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ടെക്നിക്സ് ഫോർ ദ ചേഞ്ച്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ചേഞ്ച് അറ്റ് ദ വർക്ക് പ്ലേസ്? ഡിസ്കസ് ദ കോസസ് ആൻഡ് ദ ഫോഴ്സസ് ഓഫ് ചേഞ്ച്. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്.
അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി ആണ്. അതിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റിക്വയർമെന്റ്സ് ആൻഡ് ദ പ്രോസസ് ഓഫ് മാൻ പവർ പ്ലാനിങ്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിങ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇലുസിഡേറ്റ്. ഇതിന്റെ ആൻസർ കി ലേൺ വൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇനി പ്രഡിക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ്സുകൾ നോക്കാം. ഫുൾ ആയിട്ടുള്ള മോക്ക് പേപ്പേഴ്സും അതിന്റെ ക്വസ്റ്റ്യൻസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ കീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺ വൈസ് ആപ്പിനകത്ത് വേണം നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്ക് അതിന്റെ പ്രഡിക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ്സുകൾ നോക്കാം. സോ പ്രാക്ടീസ് സെറ്റ് ഈ ഹൈ പ്രോബിലിറ്റി പേപ്പർ ആണ്. ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുള്ള 3 hours ആണ്. അറ്റംപ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ 5 question ആണ്. 20 marksന്റെ ക്വസ്റ്റൻ ആണ് വരുന്നത്. സെക്ഷൻ 1 വരുന്ന ക്വസ്റ്റൻ ആണ് എക്സാമിൻ ദ മീനിങ്, നേച്ചർ, സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിത്ത് ഫോക്കസ് ഓൺ ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദ contemporary public administration. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ വേരിയസ് മോഡൽ ഓഫ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് their utility in the Indian public sector. ഫോർത്ത് ക്വസ്റ്റൻ എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിംഗ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ HR functions. Explain the requirements and process of manpower planning. Question number 5 എന്ന് പറയുന്നത് explain the purpose and outcomes of job analysis. How does it support the recruitment and performance appraisal? Sixth question എന്ന് പറയുന്നത് bring out the principles of enumeration. Discuss the methods of determining salary structure. സെക്ഷൻ 2 വരുന്നതാണ് ഡിഫൈൻ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് അപ്രോച്ചസ് ടു ഇറ്റ്. ഹൈലൈറ്റ് ദ ഇഷ്യൂസ് ആൻഡ് കോൺട്രവേഴ്സീസ് സറൗണ്ടിങ് ടു ഇറ്റ്സ് പ്രാക്ടീസസ്. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറയുന്നത് ഡിസ്കസ് ദ മീനിങ്, സ്ട്രക്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി സർക്കിൾസ് വിത്ത് റെഫറൻസ് ടു ദ റെലവൻസ് ഓഫ് ഇന്ത്യൻ ഓർഗനൈസേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ 4C മോഡൽ ഓഫ് HRM effectiveness and discuss the requirements of effectiveness standard. അടുത്ത 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ നേച്ചർ, ഇമ്പോർട്ടൻസ്, സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് ആൻഡ് എൻലിസ്റ്റ് ദി കമ്പോണൻസ് ഓഫ് HR ഓഡിറ്റ് റിപ്പോർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ന് പറയുന്നത് എക്സാമിൻ ദി അപ്രോച്ചസ് ഓഫ് ബ്രിങ്ങിങ് ചേഞ്ച് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഡിസ്കസ് എൽവിൻ 3-step മോഡൽ ആൻഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആസ് എ ടെക്നിക് ഫോർ ദ ചേഞ്ച്. പ്രാക്ടീസ് സെറ്റ് ബിയുടെ സർപ്രൈസ് റെഡി പേപ്പർ ആണ്. അത് നമുക്ക് നോക്കാം. ടൈം അലോക്കേറ്റുള്ള 3 hours ആണ്. അറ്റംപ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് 5 question ആണ്. 20 marksന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെയും വരുന്നത്. സെക്ഷൻ 1 വരുന്നതാണ് ഡിസ്കസ് ദ സോഫ്റ്റ് ആൻഡ് ഹാർഡ് വെർഷൻസ് ഓഫ് HRM. ഹൗ ഡു ദ കണ്ടംപററി ഓർഗനൈസേഷൻ ബ്ലെൻഡ് ദ ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമിൻ ദ നേച്ചർ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസൈൻ, ജോബ് അനാലിസിസ്, ഷോ ദെയർ ഇന്റർ ലിങ്കേജസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിങ് ഔട്ട് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് Indian civil service. Question number 5 എന്ന് പറയുന്നത് define MBO and describe the major steps involved in the process of MBO. Sixth question എന്ന് പറയുന്നത് describe the different incentive plans for the employees in the organization, comment on their effectiveness. Section 2 വരുന്നതാണ് explain the concept and principles and key issues of redeployment of personnel with reference to VRS in India. Question number 9 എന്ന് പറയുന്നത് bring out the differences between total quality management and traditional management approach. 10th question എന്ന് പറയുന്നത് define the industrial relation and examine the role of technology in shaping contemporary industrial relations. Question number 11 എന്ന് പറയുന്നത് government servants have to adhere the strict norms of behavior. Discuss the statement in the highlight of the discipline in Indian civil service. Question number 12 എന്ന് പറയുന്നത് what do you understand by change at workplace? Discuss the causes and forces of the change. ആൻസർ ടൂൾ റൈറ്റിംഗ് കിറ്റിലോട്ട് നോക്കാം. ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആൻസറിങ് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതൊരു ആൻസർ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ 20 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് 500 to 600 വേർഡ്സിനുള്ള വേണം എഴുതാനായിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 to 3 സെന്റൻസ് വേണം അവിടെ എഴുതാനായിട്ടുള്ളത്. അതിന്റെ കീ ആയിട്ടുള്ള കോൺസെപ്റ്റോ അത് എന്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നോ അതിന്റെ സ്കോപ്പോ നിങ്ങൾക്ക് അവിടെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ എഴുതാവുന്നതാണ്. ഇനി ബോഡി പാർട്ട് വരുമ്പോൾ 4 to 6 ആയിട്ടുള്ള ഡിസ്റ്റിങ് പോയിന്റ്സിൽ വേണം ബോഡി എഴുതാനായിട്ട്. അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, അതിന്റെ ടോപ്പിക്സുകൾ, എന്തെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാവുന്നതാണ്. SLMs, റിയലിസ്റ്റിക് ആയിട്ടുള്ള സെനാരിയോസ് നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇനി കൺക്ലൂഡിംഗ് പോർഷൻസ് വരുന്ന സമയത്ത് 2 to 3 സെന്റൻസിനകത്തുള്ളിൽ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ്, മോഡേൺ ട്രേഡ് റെലവൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് കൊടുത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് കൺക്ലൂഡിംഗ് പോർഷനകത്ത്. ഇനി സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഇപ്പൊ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് എങ്കിൽ അതിനകത്ത് ഇപ്പൊ ആരാ എഴുതിയത് ആ തിയറി, ആരുടെ തിയറി ആണ്, അത് എപ്പോൾ എഴുതി, അതിന്റെ കോർ ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. ഇപ്പൊ ഏതൊരു തിയറി എടുത്താലും അതിന് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസോ ക്രിറ്റിസിസോ ഒക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് എഴുതുക. അതേപോലെ തന്നെ മോഡേൺ ആയിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തിയറീസ് ഉണ്ടെങ്കിൽ അതിനെ കോറിലേറ്റ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഇനി ഡിസ്കഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്
ചെയ്യുന്നതെങ്കിൽ ഡിസ്കഷൻ ക്വസ്റ്റ്യൻസിനകത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്ടീവ്സ്, അതിന്റെ പ്രോസ്, കൺസ്, ട്രേഡ് ഓഫ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ ഡെപ്തും ക്ലാരിറ്റിയും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് എഴുതാനായിട്ടുള്ളത്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, കമ്പോണന്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പിന്നെ ഇന്റർകണക്ട് ആക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള പൊസിഷൻ എടുക്കരുത്, ഒരു നെഗറ്റീവോ ഒരു പോസിറ്റീവോ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കരുത്. ഒരു ന്യൂട്രൽ ആയിട്ട് നിന്നിട്ട് വേണം അതിനെ വൈൻഡപ്പ് ആക്കാനായിട്ടുള്ളത്. ഇനി ടൈം മാനേജ്മെന്റ് ഡ്യൂറിംഗ് ദി എക്സാം ആണ്. ഒരു 5 minutes ആണ് നമ്മൾ ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് എടുക്കേണ്ടത്. അതേപോലെ തന്നെ വളരെ കോൺഫിഡന്റ് കൂടിയിട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചത് വായിക്കാനായിട്ട് ശ്രമിക്കാം. 30 minutes നിങ്ങൾ ഈ പറയുന്ന പോലെ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിട്ട് എടുക്കാൻ ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും ഒക്കെ കൊടുത്തിട്ട് ഒരു 30 minute ഉത്തരം എഴുതുക. 6 minutes നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ചെറിയ ചെറിയ കറക്ഷൻസ് എടുക്കാനുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഒരു 15 minutes നിങ്ങൾ ഫൈനൽ ആയിട്ടുള്ള ആൻസേഴ്സ് വായിക്കാനായിട്ട് എടുക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഒന്ന് എഴുതി മൊത്തം വെട്ടിയിട്ട് റീറൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓവറോൾ ക്വാളിറ്റി ആണ് നോക്കുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റി അല്ല. ഏതൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ എടുത്താലും അത് 400 വേർഡ്സിനുള്ളിൽ വേണം നമുക്ക് എഴുതാനായിട്ട് ഉള്ളത്. ഇനി ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് പിയുടെയും ആൻസേഴ്സ്, PYQയുടെ ബുക്ക്ലെറ്റിന്റെ ബ്ലൂ പ്രിന്റ്സുകൾ, പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അതേപോലെ തന്നെ ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ എൻറോൾ ചെയ്യുക ലേൺവൈസിലേക്ക്. താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 7592939616 എന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്ത് കഴിയുക. നിങ്ങൾക്ക് ലേൺവൈസിന്റെ ആക്സസ് കിട്ടുന്നതായിരിക്കും. ഈ പറയുന്ന പോലെ ആ ഒരു പാക്കേജ് നിങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ലഭിക്കും എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ആൻസർ സെറ്റ്സുകൾ, പ്രാക്ടീസ് എയുടെയും പ്രാക്ടീസ് ബിയുടെയും, അതേപോലെ തന്നെ PYQയുടെ ബുക്ക്ലെറ്റ്സുകൾ, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്സുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സുകൾ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഗൈഡൻസുകൾ, മെന്റർ സപ്പോർട്ടുകളും ഡൗട്ട് ക്ലാരിഫിക്കേഷനും നിങ്ങൾക്ക് എക്സാം വരെ ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ലേൺവൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കാണുള്ള ഒരു എൻട്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 7592939616 കണക്ട് ചെയ്യുക. സോ എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേൺവൈസിന്റെ ടീം നിങ്ങളെ എൻറോൾ ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇതുപോലുള്ള PYQസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻസ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.